നമസ്കാരമുണ്ട്. നമ്മൾ കല്ലടിക്കോടൻ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് നമ്മളൊരു അതിഥിയുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ഒരുപാട് ചരിത്രങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന നമ്മുടെ സ്വന്തം നാട്ടിലെ ചരിത്രങ്ങൾ എത്രത്തോളം നമുക്കറിയാമെന്നുള്ളത് വളരെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും അറിയുന്നുണ്ടാവില്ല. എന്തായാലും ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മളിന്ന് നടത്തിയ അന്വേഷണത്തിൽ നമ്മളിന്ന് എത്തപ്പെട്ടിരിക്കുന്നത് നാട്ടുകാരൊക്കെ പ്രിയങ്കരനായ ശാസ്ത ഗോപിയേട്ടൻ്റെ വീട്ടിലാണ്. ഗോപിയേട്ടന് ഒരുപാട് ചരിത്രം കല്ലടിക്കോടുമായി ബന്ധപ്പെട്ടും കരിമ്പ 3 ഏക്കർ അങ്ങനെ ഒരുപാട് മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. എന്തായാലും ഗോപിയേട്ടനെ സ്നേഹപൂർവ്വം മധുരമിഠായിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം, എൻ്റെ പേര് ഗോപിനാഥൻ എന്നാണ്. ഞാൻ കല്ലടിക്കോട്ട് വളരെ കാലമായിട്ട് താമസിച്ചു വരികയാണ്. എൻ്റെ അച്ഛൻ താമസിച്ചിരുന്ന അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൻ്റേതായിരുന്നു. അച്ഛൻ്റെ ഒപ്പമാണ് ഞാൻ താമസിച്ചപ്പോൾ പഠിക്കാൻ തുടങ്ങിയത്. കല്ലടിക്കോട്ടിനെ പറ്റിയിട്ട് അച്ഛനും അച്ഛൻ്റെ അമ്മയും മറ്റ് മുത്തശ്ശിമാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ എനിക്കറിയും. അത് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ ഗോപിയേട്ട, നമുക്ക് കല്ലടിക്കോട് തന്നെ തുടങ്ങാം അല്ലേ? അതെ അതെ. ഈ കല്ലടിക്കോട് എന്നുള്ള പേര് കിട്ടാനുള്ള കാരണമല്ല അറിയോ? കല്ലടിക്കോട് എന്ന് പറയാൻ അതിനായിട്ട് പ്രത്യേക ഐതിഹ്യങ്ങളോ മറ്റോ ഒന്നുമില്ല. യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയുടെ ഒരു താഴ്വാര പ്രദേശം, ധാരാളം പണ്ടുകാലത്ത് ആദിവാസികൾ താമസിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രദേശങ്ങളാണ്. ഇവിടെ കൂടുതൽ ഉണ്ടായിരുന്നത് അവരാണ്. മഴ ഇടിഞ്ഞിട്ട് മറ്റേ ഈ ഉരുൾപൊട്ടൽ എന്നൊക്കെ പറയുമല്ലോ, അതുപ്രകാരം കല്ല് അടിഞ്ഞ് കൂടിയിട്ട് ധാരാളം കല്ല് അടിഞ്ഞ് കൂടിയിട്ടും ഈ പ്രദേശത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വളരെയധികം കല്ലും ഇതൊക്കെ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് കല്ലടിക്കോട് എന്ന് വന്നു എന്നല്ലാതെ വേറെ ദൈവികത്വമായിട്ടോ അങ്ങനെയുള്ളൊരു പരിവേഷങ്ങളൊന്നും അതിന് കാണാനില്ല. കല്ലടിക്കോട് ഒരു കാലത്ത് ഇപ്പോ കുറുപ്പന്മാരുടെ ആണല്ലോ അല്ലെ കല്ലടിക്കോടൻ മേഖല. അതിന് മുൻപത്തെ ചരിത്രങ്ങളൊക്കെ ഒന്ന് പറയാമോ? കല്ലടിക്കോട് യഥാർത്ഥത്തില് പാലക്കാട് രാജവംശത്തിൻ്റെ ഇതിൽപ്പെട്ടതായിരുന്നു. പക്ഷേ അത് പിന്നീട് സാമൂതിരി രാജാവിൻ്റെ കയ്യിലേക്ക് വന്നു. അതിന് ചിറ്റൂർ കൊങ്ങപ്പടയായിട്ട് ചെറിയ ഒരു ബന്ധമുണ്ട്. അതായത് ചിറ്റൂര് പിന്നെ കൊങ്ങ് രാജാവ്, ഏതൊരു കൊങ്ങ് രാജാവ്, പാണ്ഡ്യവംശത്തിൽപ്പെട്ടിട്ടുള്ള ഏതൊരു കൊങ്ങ് രാജാവ് ആക്രമിക്കുകയും ഭഗവതി സഹായത്തിൽ അന്ന് അവർ ആ കൊങ്ങ് രാജാവിനെ തോൽപ്പിക്കുകയുണ്ടായി. അന്ന് ഈ കൊങ്ങ് രാജാവിൻ്റെ പടയോട്ടത്തിന് വന്നു കഴിഞ്ഞപ്പോൾ പാലക്കാട് രാജാവിനെ അവർ അഭയം പ്രാപിച്ചു. അതേമാതിരി തന്നെ പാലക്കാട് രാജാവ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമൂതിരി രാജാവിനോടും സഹായം അഭ്യർത്ഥിച്ചു. അങ്ങനെ സാമൂതിരിക്ക് ഈ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുകയും ഈ പ്രദേശങ്ങളിൽ സാമൂതിരിപ്പാടിൻ്റെ ഏറാൾപ്പാടുമാരെന്ന് പറയും. അതായത് സാമൂതിരിപ്പാട് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്ഥാനികൾ അവരുടെ ഒരു ചെറിയ കോവിലകം ഇവിടെ കുറച്ചകലായിട്ട് ഈ ഞാനിരിക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് ഒരു 200-300 മീറ്റർ അല്ല 1/2 കിലോമീറ്റർ അകലെയായിട്ട് ഒരു കൊട്ടാരവും ഒരു ചെറിയൊരു അമ്പലമുണ്ട്. വേട്ടേക്കരങ്കാവ് എന്നാണ് പറയുക. ആ വേട്ടേക്കരങ്കാവും അതൊരു കോവിലകത്തിൻ്റെ, അതായത് സാമൂതിരിപ്പാടുമാർ താമസിച്ചിട്ടായിരുന്ന കോവിലകത്തിൻ്റെ ഉള്ളിൽപ്പെട്ടിട്ടുള്ള ദേവാലപ്പുരയിലുള്ള ദൈവമാണെന്നാണ് പറയുന്നത്. ആ അമ്പലം ഇപ്പോഴുണ്ട്. അത് വളരെ വൃത്തിയായിട്ട് നമ്മളൊക്കെ കൂടിയിട്ട് സംരക്ഷിച്ചു വരുന്നുണ്ട്. അവിടെ ഒരു പഴയ ചിറക്കൽ എന്നാണ് ആ പ്രദേശത്തിന് പറയുക. പഴയൊരു കുളം, അതായത് ചിറ, അത് അതിൻ്റേതായിട്ടുള്ള ഇതുകളും കാണാനുണ്ട്. അതിപ്പോൾ ഒന്ന് പാടാണ്. പണ്ട് കാലത്ത് അതിനൊക്കെ പലർക്കും വലിയ വലിയ മരങ്ങൾ, അതായത് ഈ ചിറ തൂർത്തിട്ടുള്ള മരങ്ങളാണെന്ന് പറയുന്നുണ്ട്. പഴയ വീട്ടിയോ തേക്കോ അങ്ങനെയുള്ളതൊക്കെ ധാരാളം കിട്ടുന്നുണ്ടായിട്ടുണ്ട്. കല്ലടിക്കോട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അല്പം തമിഴ്നാടിനോട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രദേശമാണ്. ഇവിടുന്ന് അതായത് പാലക്കാട്, കോയമ്പത്തൂർ തൊട്ട് മണ്ണാർക്കാട് വരെ ഈ തമിഴ് വംശജരുടെ സാന്നിധ്യം കാണാം. അതേമാതിരി ഈ ഭാഗത്ത് ഒറ്റപ്പാലം വരെയും കാണാം. അവരുടേതായിട്ടുള്ള ധാരാളം പിന്നെ മാരിയമ്മ കോവിലും അതും ഒക്കെ മാരിയമ്മ കോവിലുകളൊക്കെ ഇവിടെ ഉണ്ട്. അത് പ്രത്യേകിച്ച് ഇവിടുന്ന് അങ്ങോട്ട് പ്ലാപ്പറ്റയിലാണ് കാണുന്നത്. ഈ കല്ലടിക്കോട് പ്രദേശം എന്ന് പറഞ്ഞത് അന്ന് കാലത്ത് പട്ടാമ്പി വരെ വ്യാപൃതമായി കടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്.